നമസ്കാരം. സ്വപ്നം കാണാൻ കാശൊന്നും കൊടുക്കേണ്ടാത്തതുകൊണ്ട് ആർക്കുമെന്തും സ്വപ്നം കാണാം. അതിപ്പോൾ രാഷ്ട്രീയത്തിലായാലും അങ്ങനെ തന്നെ. രാജ്യത്ത് നിലം തൊടാതെ പോയ ഒരു പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് വന്നു നിന്ന് വമ്പൻ തള്ളലുകൾ നടത്തുമ്പോൾ അത് കേൾക്കുന്ന ജനങ്ങൾക്ക് ചിരി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, ഉത്തർപ്രദേശിൻ്റെ ചുമതല ഏറ്റെടുത്ത് അവിടെ എത്തിയ പുതിയ കോൺഗ്രസ് ഇൻചാർജ് രാജേന്ദ്ര പാൽ ഗൗതമിൻ്റെ ആദ്യ പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ്. ചുമതലയേറ്റ ശേഷമുള്ള തൻ്റെ ആദ്യ UP സന്ദർശനത്തിനിടെ ലക്നൌവിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയൊരു കോമഡിയായി മാറിയിരിക്കുകയാണ്. 2027 ഞങ്ങൾ ഉത്തർപ്രദേശ് പിടിച്ചെടുക്കും. 2029 രാഹുൽ ഗാന്ധിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കും. ഇതാണ് ആ മഹാപ്രഖ്യാപനം. കേട്ടാൽ തോന്നും ഉത്തർപ്രദേശിൽ കോൺഗ്രസ് വലിയൊരു തരംഗമാണെന്ന്. യാഥാർത്ഥ്യം എന്താണെന്ന് UPയിലെ ജനങ്ങൾക്കും ഈ രാജ്യത്തിലെ കൊച്ചു കുട്ടികൾക്കും പോലും അറിയാം. എങ്കിലും പുതിയ കസേര കിട്ടിയ ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ തള്ളിവിടണ്ടേ? വെറുതെ തള്ളിയാൽ പോരാത്തതുകൊണ്ട് ചരിത്ര പുരുഷനായ ഡോക്ടർ BR അംബേദ്കറിനെയും ഇതിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ട്. അംബേദ്കറും കോൺഗ്രസും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ലെന്നും അവർ പരസ്പര പൂരകങ്ങളായിരുന്നുവെന്നുമാണ് പുതിയ നേതാവിൻ്റെ കണ്ടെത്തൽ. ഈ തള്ളലുകളുടെ പിന്നിലെ പൊള്ളത്തരങ്ങളും ചരിത്രപരമായ വസ്തുതകളെ കോൺഗ്രസ് എങ്ങനെയാണ് സ്വന്തം സ്വാർത്ഥ ലാഭത്തിനായി വളച്ചൊടിക്കുന്നതെന്നും തുറന്നു കാട്ടുന്ന ഒരു വിശകലനമാണിത്. യോഗിയുടെ UPയിൽ കോൺഗ്രസിൻ്റെ കളി നടക്കുമോ? ആദ്യം നമുക്ക് 2027 ഉത്തർപ്രദേശ് പിടിച്ചെടുക്കുമെന്ന ആ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളിലിരിപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്തർപ്രദേശ് ഇന്ന് എവിടെ നിൽക്കുന്നു? കോൺഗ്രസ് ഇന്ന് എവിടെ നിൽക്കുന്നു? അത് ആദ്യം രാജേന്ദ്ര പാൽ ഗൗതം മനസ്സിലാക്കുക. രാജേന്ദ്ര പാൽ ഗൗതം ആദ്യം സ്വന്തം പാർട്ടിയുടെ വോട്ട് വിഹിതം എടുത്തു നോക്കി അതൊന്ന് മനസ്സിലാക്കണം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ കടുത്ത വികസന പ്രവർത്തനങ്ങളും ക്രമസമാധാന പാലനവും കൊണ്ട് രാജ്യത്ത് തന്നെ മാതൃകയായി മാറിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഒരു കാലത്ത് ഗുണ്ടായുസവും കൊള്ളയും മാത്രം നടന്നിരുന്ന UPയിൽ ഇന്ന് അഴിമതിക്കാർക്കും ക്രിമിനലുകൾക്കും സ്ഥാനമില്ല. വികസനത്തിൻ്റെ വേഗതയിൽ കുതിക്കുന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ ഭാരതം ഭരിച്ചു മുടിച്ച കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേറ്റുമെന്ന് കരുതുന്നത് തന്നെ എത്ര വലിയ വിഡ്ഢിത്തരമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഭാരത് ജോഡോ യാത്രയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ലഡ്കി ഹൂം ലഡ്കി സക്തി ഹൂം, ഞാൻ പെണ്ണാണ്, എനിക്ക് പോരാടാനാകും എന്ന വമ്പൻ പരസ്യ കോലാഹലങ്ങളും നടന്നിട്ടും UPയിലെ ജനങ്ങൾ കോൺഗ്രസിനെ കൂട്ടത്തോടെ തൂത്തെറിയുകയാണ് ചെയ്തത്. സ്വന്തം തട്ടകമായിരുന്ന അമേഠിയിൽ പോലും തോറ്റോടിയ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണിപ്പോൾ 2027 UP പിടിക്കുമെന്ന് പറയുന്നത്. താഴെത്തട്ടിൽ ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടാക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയിലാണ് UPയിൽ കോൺഗ്രസ്. പ്രാദേശിക നേതാക്കൾ പലതും പാർട്ടി വിട്ട് BJPയിൽ ചേക്കേറുമ്പോൾ ബാക്കിയുള്ളവരെ കൂട്ടി ഭരണം പിടിക്കാനിറങ്ങുന്ന ഇവരെ സമ്മതിക്കണം. രാജേന്ദ്ര പാൽ ഗൗതമിൻ്റെ പ്രസംഗത്തിലെ ഏറ്റവും വലിയ തമാശയും ചരിത്ര വിരുദ്ധതയും അടങ്ങിയിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചുള്ള പരാമർശത്തിലാണ്. അംബേദ്കറും കോൺഗ്രസും തമ്മിൽ ഭിന്നതയിലായിരുന്നുവെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അംബേദ്കറും കോൺഗ്രസും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തെ രാജ്യത്തിൻ്റെ ആദ്യത്തെ നിയമമന്ത്രിയാക്കിയതെന്നും ഗൗതം തട്ടിവിട്ടു. സത്യത്തിൽ ചരിത്രത്തെ ഇതിലും വലിയ രീതിയിൽ എങ്ങനെയാണ് അപമാനിക്കാൻ കഴിയുക? ചരിത്ര പുസ്തകങ്ങൾ കോൺഗ്രസ്സുകാർ ഒന്ന് തുറന്നു നോക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ BR അംബേദ്കറിനെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും വേട്ടയാടുകയും അപമാനിക്കുകയും ചെയ്ത ഒരേയൊരു പാർട്ടി കോൺഗ്രസ് ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിൻ്റെ നയങ്ങളിൽ മടുത്തും ഹിന്ദു കോഡ് ബില്ലിനോടുള്ള കോൺഗ്രസിൻ്റെ വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് അംബേദ്കർ നിയമമന്ത്രി സ്ഥാനം രാജിവെച്ചത്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വസ്തുതയാണ്. ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്കറിയില്ല എങ്കിൽ ഞാൻ തന്നെ പറയാം. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിനെ പാർലമെൻറ്റിൽ എത്തിക്കാതിരിക്കാൻ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കിണഞ്ഞ് ശ്രമിച്ചിരുന്നു. ബോംബെ നോർത്ത് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അംബേദ്കറിനെതിരെ കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി അദ്ദേഹത്തെ തോൽപ്പിച്ചു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും കോൺഗ്രസ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സർവ്വശക്തിയും ഉപയോഗിച്ചു. ജീവിച്ചിരുന്നപ്പോൾ അംബേദ്കറിനെ പാർലമെൻറ്റിൽ കയറാൻ സമ്മതിക്കാതിരുന്ന കോൺഗ്രസ്സാണ് ഇപ്പോൾ അദ്ദേഹവും കോൺഗ്രസും പരസ്പര പൂരകങ്ങളായിരുന്നു എന്ന് പറയുന്നത്. ദേശീയ നേതാവായിരുന്നിട്ടും അംബേദ്കർക്ക് ഭാരതരത്ന ബഹുമതി നൽകാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഭാരതരത്ന വലിച്ചുവാരി നൽകിയ കോൺഗ്രസ് അംബേദ്കറെ പാടെ അവഗണിച്ചു. പിന്നീട് 1990 BJP പിന്തുണച്ച കേന്ദ്ര സർക്കാരാണ് ഡോക്ടർ BR അംബേദ്കർക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി ആദരിച്ചത്. ഇതൊന്നും UPയിലെ ദളിത് സഹോദരങ്ങൾ മറന്നുപോയിട്ടില്ല. ഇപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട് ദളിത് വോട്ടുകൾ തട്ടിയെടുക്കാൻ വേണ്ടി അംബേദ്കറുടെ പേര് ദുരുപയോഗം ചെയ്യുകയാണ് പുതിയ ഇൻചാർജ് ചെയ്യുന്നത്.
അടുത്ത പ്രഖ്യാപനം 2029 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുമെന്നതാണ്. ഈ ഒരു തമാശ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കോൺഗ്രസ്സുകാർ പറയുന്ന ഒരേയൊരു പല്ലവി ഇതാണ്: രാഹുൽ ഗാന്ധിയെ ലോഞ്ച് ചെയ്ത് കോൺഗ്രസിൻ്റെ ഫ്യൂസ് പോയതല്ലാതെ രാജ്യം ഭരിക്കാൻ ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല. രാജ്യത്തെ ജനങ്ങൾക്കിന്ന് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. ശക്തമായ നേതൃത്വവും രാജ്യസുരക്ഷയും വികസനവും ഉറപ്പു നൽകുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിന് മുന്നിൽ എങ്ങോട്ട് പോകുന്നു എന്ന് പോലും അറിയാത്ത പ്രതിപക്ഷ കൂട്ടായ്മയെ ജനങ്ങൾ വിശ്വസിക്കില്ല. തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടും സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് 2029 പ്രധാനമന്ത്രിയാക്കാൻ ഇവർ നടക്കുന്നത്. ഉത്തർപ്രദേശിൽ വന്നു നിന്ന് ഇത്തരം വലിയ വർത്തമാനങ്ങൾ പറയുന്നതിന് മുൻപ് സ്വന്തം പാർട്ടിയുടെ അസ്തിത്വം എവിടെയാണെന്ന് ഇവർ ചിന്തിക്കണം. ഇന്ത്യ മുന്നണിയിലെ മറ്റു പ്രാദേശിക പാർട്ടികൾ പോലും രാഹുൽ ഗാന്ധി ഒരു നേതാവായി അംഗീകരിക്കാൻ മടിക്കുമ്പോഴാണ് യുപിയിലെ കോൺഗ്രസ് നേതാവിൻ്റെ ഈ വക തള്ളലുകൾ. ഉത്തർപ്രദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ കോൺഗ്രസ് 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ആണ്. BJPയുടെ ശക്തമായ സംഘടനാ സംവിധാനവും ജനക്ഷേമ പദ്ധതികളും യുപിയിൽ വേരൂന്നി നിൽക്കുന്നു. ഇതിനു പുറമെ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ഉള്ളപ്പോൾ കോൺഗ്രസിന് അവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? വെറും പ്രസംഗങ്ങൾ കൊണ്ടോ വാർത്താ സമ്മേളനങ്ങൾ കൊണ്ടോ ജനമനസ്സുകൾ കീഴടക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അംബേദ്കറുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കുന്ന രാജേന്ദ്രപാൽ ഗൗതമിന് സ്വന്തം ഭൂതകാലം ഓർമ്മയുണ്ടാകുന്നത് നന്നായിരിക്കും. രാജേന്ദ്രപാൽ ഗൗതമിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമല്ല, ദശാബ്ദങ്ങളായി കോൺഗ്രസ് പിന്തുടരുന്ന വഞ്ചനാപരമായ രാഷ്ട്രീയം എങ്ങനെയാണെന്ന് ഇന്നും തുടരുന്നതെന്ന് വിളിച്ചോതുന്ന ഒരു തെളിവാണ്. 2027 UP പിടിക്കുമെന്നും 2029 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുമെന്നും പറയുന്നതിലൂടെ യാഥാർത്ഥ്യവുമായി ഒരു പുലബന്ധം പോലുമില്ലാത്ത ഒരു മായാലോകത്താണ് കോൺഗ്രസ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഇന്ന് BJPയുടെ വികസന മോഡലിനെയും ക്രമസമാധാന പാലനത്തെയും പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. അഴിമതിയിൽ മുങ്ങിത്താഴുന്ന ഒരു കാലഘട്ടത്തെയും വർഗീയ കലാപങ്ങളുടെയും ഗുണ്ടാ ഭരണത്തിൻ്റെയും ഇരുണ്ട നാളുകളെയും UPയിലെ വോട്ടർക്ക് മറക്കാനാവില്ല. ആ പഴയ തകർച്ചയിലേക്ക് തിരിച്ചു പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നിരിക്കെ കോൺഗ്രസ് എന്ത് വികസന അജണ്ടയാണ് മുന്നോട്ട് വെക്കുന്നത്? വെറും വാക്കുകളിലൂടെയും അംബേദ്കറുടെ പേരുപയോഗിച്ച് ജനങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യാമെന്ന് കരുതുന്നത് തികഞ്ഞ അഹങ്കാരമാണ്. അംബേദ്കറെ പരസ്യമായി അവഹേളിക്കുകയും അദ്ദേഹത്തെ പാർലമെന്റിൽ പ്രവേശിപ്പിക്കാത്ത വിധം തോൽപ്പിക്കാൻ അന്ന് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ പാടുപെടുകയും ചെയ്ത ചരിത്രം ഇവിടുത്തെ ദളിത് സമൂഹത്തിന് നന്നായിട്ടറിയാം. ഭരണഘടനയുടെ ശില്പിയെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തഴഞ്ഞ കോൺഗ്രസ് ഇന്ന് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അദ്ദേഹത്തിൻ്റെ സ്മാരക വേഷം കെട്ടുകയാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ വിശ്വസനീയതയെക്കുറിച്ചാണെങ്കിൽ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ഉറച്ച നേതാവായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സ്വന്തം പാർട്ടി തന്നെ ആദ്യം ആത്മപരിശോധന നടത്തണം. ഭാരത് ജോഡോ യാത്രകളിലൂടെയും മറ്റും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുവെന്ന് വരുത്തി തീർക്കുമ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തിരിച്ചടി നേരിടുന്നതിൻ്റെ യഥാർത്ഥ കാരണം ജനങ്ങൾ രാഹുലിൻ്റെ നേതൃത്വത്തെ അർപ്പിക്കുന്ന അവിശ്വാസം തന്നെയാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ഒന്നിച്ചു നിർത്താൻ കഴിയാത്ത, സ്വന്തം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരു നേതൃത്വത്തിന് എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ കഴിയുക? രാജേന്ദ്രപാൽ ഗൗതമിനെ പോലെയുള്ളവർ ഇത്തരം അപ്രായോഗികമായ വാഗ്ദാനങ്ങൾ നൽകുന്നത് പാർട്ടിയുടെ അടിത്തറ ഇല്ലാതാകുന്നതിൻ്റെ ആകുലതയിൽ നിന്നുണ്ടാകുന്ന വെപ്രാളമാണ്. ഉത്തർപ്രദേശിൽ ഇന്ന് BJP കെട്ടിപ്പടുത്തിരിക്കുന്ന ശക്തമായ അടിത്തറയും യോഗി ആദിത്യനാഥിൻ്റെ ഉറച്ച ഭരണവും തകർക്കാൻ പോകുന്നതൊന്നും കോൺഗ്രസിൻ്റെ കൈവശമൊന്നുമില്ല. ജനങ്ങളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ചരിത്രത്തെ വളച്ചൊടിക്കാനും ശ്രമിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ പരിഹാസ്യരാക്കുകയുള്ളൂ. വരും തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിയുടെ പരാജയം മുൻകൂട്ടി കണ്ട് അതിജീവനം അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ അവസാനത്തെ ചില പിടച്ചിലുകളായി മാത്രമേ ഈ പ്രഖ്യാപനങ്ങളെ നമുക്ക് കാണാൻ കഴിയൂ. ജനങ്ങൾ സത്യം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ നൽകുന്ന മധുര വാക്കുകൾക്ക് വോട്ട് പെട്ടിയിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല. ഒരു പാർട്ടിയുടെ പ്രസക്തി എന്നത് അവർ എത്ര വലിയ സ്വപ്നങ്ങൾ കാണുന്നു എന്നതിലല്ല, മറിച്ച് ജനങ്ങൾക്ക് എത്രത്തോളം സുരക്ഷിതവും വികസിതവുമായ ഭരണം നൽകുന്നു എന്നതിലാണ്. ആ മാനദണ്ഡത്തിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല, അവരുടെ ഇനിയുള്ള യാത്ര തകർച്ചയിലേക്കുള്ളത് മാത്രമാണെന്നും കാലം തെളിയിക്കും. ഈ സ്വപ്ന പദ്ധതികൾ യഥാർത്ഥത്തിൽ വോട്ടർമാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. അധികാരം ലഭിച്ചാൽ ഇനിയും ഇത്തരത്തിൽ ചരിത്രത്തെയും ജനങ്ങളെയും ഇവർ എങ്ങനെ വഞ്ചിക്കുമെന്ന് കാണിച്ചു തരുന്ന ഒരു സൂചനയാണിത്. അതിനാൽ തന്നെ UPയിലെ ജനങ്ങൾ ഇവർക്ക് നൽകുന്ന മറുപടി വരും തിരഞ്ഞെടുപ്പുകളിൽ അവർ കാണാൻ പോകുന്ന ദയനീയമായ പരാജയം മാത്രമായിരിക്കും. മുൻപ് പല വിവാദങ്ങളിലും ചാടി പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ നേതാക്കൾ UPയിൽ വന്ന് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പറയുന്നത് വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് എന്നാൽ തകർന്നടിഞ്ഞ ഒരു വീടാണ്. ആ വീടിൻ്റെ തറ പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിലുമാണ്.
പുതിയ മേസ്തിരി വന്ന് 2027 കൊട്ടാരം പണിയുമെന്നാണ് പറയുന്നത്. ഇത്തരം വാചക കസർത്തുകൾ അണികൾക്ക് താൽക്കാലികമായ ആവേശം നൽകിയേക്കാം. പക്ഷേ വോട്ട് പെട്ടി തുറക്കുമ്പോൾ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. ഡോക്ടർ BR അംബേദ്കറെ ചരിത്രത്തിലുടനീളം ദ്രോഹിച്ച കോൺഗ്രസിന്റെ പാരമ്പര്യം ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ തകർച്ച പൂർത്തിയാക്കാൻ ഇത്തരം തള്ളലുകൾ കൂടുതൽ സഹായിക്കുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.